ഹലോ വ്യൂവേഴ്സ്, ധീരം നമ്മുടെ ഇന്ദ്രജിത് സുകുമാരൻ നായകനായിട്ട് അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ ടീസർ സോഷ്യൽ മീഡിയയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം പൃഥ്വിരാജ് സുകുമാരനാണ് അത് സോഷ്യൽ മീഡിയയിൽ ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ജിതിൻ സുരേഷ് ടി ആണ്. അത് ഒരു പുതിയ ഡയറക്ടറാണ് കേട്ടോ. ഡോൺ എന്നുള്ളൊരു മലയാളം ഷോർട്ട് ഫിലിം നേരത്തെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ തിരക്കേടില്ലാത്ത ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. അതിനുശേഷം ഇന്ദ്രജിത് സുകുമാരനെ നായകനായിട്ട് ജിതിൻ സുരേഷ് ടി ആണ് ഡയറക്റ്റ് ചെയ്യുന്ന ഈ സിനിമ. ഇതിന്റെ കഥ എഴുതുന്ന ദീപു എസ് നായർ, അതുപോലെ സന്ദീപ് സദാനന്ദൻ എന്നിവർ ചേർന്നിട്ടാണ്. ഇതിൽ മെയിനായിട്ട് അഭിനയിക്കുന്നവർ നമ്മുടെ റീപ്പ മോണിക്ക ജോൺ ഉണ്ട്. അതുപോലെ തന്നെ വിജയരാഘവൻ, ദിവ്യ പിള്ള എന്നിവരാണ് മെയിൻ ക്യാരക്ടറുകളൊക്കെ ഈ സിനിമയിൽ ചെയ്യുന്നത്. പിന്നെ അജു വർഗീസ് അഭിനയിക്കുന്നുണ്ട്. പിന്നെ നിശാന്ത് സാഗർ ഉണ്ട്. അപ്പൊ ഇന്ദ്രജിത് സുകുമാരനാണ് കേട്ടോ ഇതിൽ നായകനായിട്ട് അഭിനയിക്കുന്ന. ഒരു പോലീസുകാരനായിട്ടാണ് സംഭവം ഇതിൽ അഭിനയിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും ഒഫീഷ്യൽ ടീസർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് കാണാം. ദുഷ്ടനെ പോലെ പതിയിരിക്കരുത്. അവന്റെ ഇന്ദ്രജിത് സുകുമാരൻ ആക്രമിക്കുകയും എന്തെന്നാൽ നീതിമാൻ 7 തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണനാശത്തിലേക്കാണ്. ധീരം ഡയറക്ടർ ജിതിൻ സുരേഷ് ടി, പ്രൊഡ്യൂസർ ഹാരിസ് സുഭാഷ്. ധീരം എന്നാണ് കേട്ടോ. അപ്പൊ ധീരം എന്നുള്ള സിനിമയാണ്. ധീരനല്ല, ധീരൻ എന്ന് പറഞ്ഞ ഒരു സിനിമ അടുത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വേറൊരു സൈസ് മൂവി ആയിരുന്നു. ധീരൻ വേറെ, ധീരം വേറെ. ഇത് ധീരം, ഇന്ദ്രജിത് സുകുമാരൻ നായകനായിട്ട് അഭിനയിക്കുന്ന ധീരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ ഈ ധീരം എന്നുള്ള മൂവി ഇപ്പം ടീസർ കണ്ടത് വെച്ചിട്ട് നല്ല ടീസർ കേട്ടോ, നല്ല ക്വാളിറ്റി ടീസർ, നല്ല ത്രില്ലിംഗ് ടീസർ. പക്ഷെ സിനിമയിലോട്ട് വരുമ്പോൾ എന്താവും അറിഞ്ഞോട്ടെ. നമുക്ക് ഇന്ദ്രജിത് സുകുമാരൻ നായകനായിട്ട് വരുന്ന സിനിമയുടെ ഒക്കെ അവസ്ഥ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നല്ല പൊട്ടൻഷ്യൽ ഉള്ള നടനാണ് കേട്ടോ, അടിപൊളി നടൻ. എനിക്ക് നല്ല പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, ആ ഒരു നായകൻ കൂടെയാണ് ഇന്ദ്രജിത് സുകുമാരൻ എന്ന് പറഞ്ഞാൽ. നല്ല റോള് ചെയ്യാൻ വരുന്ന ഒരു നായകനാണ് കേട്ടോ. പക്ഷെ പുള്ളി തിരഞ്ഞെടുക്കുന്ന കഥകള്, പുള്ളിക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ വളരെ കുറവ്. പുള്ളിയെ വേണ്ട വിധത്തിൽ മലയാള സിനിമ യൂസ് ചെയ്യുന്നില്ല. ഒരിടയ്ക്ക് ഒരുപാട് നല്ല വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം പുള്ളി അങ്ങോട്ട് സജീവമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സജീവമാകുന്നുണ്ട്. പക്ഷെ ആവശ്യമുള്ള തരത്തിലുള്ള അദ്ദേഹം ഡിസർവ് ചെയ്യുന്ന തരത്തിലുള്ള റോളുകൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല താനും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് നല്ല കാലിബറുള്ള ഒരു നടനാണ് കേട്ടോ. പുള്ളിയെ ആരും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റോള് കിട്ടുന്നില്ല. ഒരുപാട് സിനിമകളുണ്ട് പുള്ളിയുടെ നല്ല സിനിമകളൊക്കെ ചെയ്യുന്നത്. പിന്നെ സൈഡ് റോൾ, സെക്കൻഡ് ഹീറോ ആയിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള സൈഡ് റോളും വില്ലൻ റോളും ഒക്കെ ചെയ്ത് ഒരുപാട് ഇഷ്ടം നേടിയ ഒരു നടനാണ് ഇദ്ദേഹം. പക്ഷേ പുള്ളിയുടെ ഒരു റേഞ്ച് വെച്ചിട്ട് പുള്ളിക്ക് ഇപ്പോഴും പറ്റുന്ന ഒരു റോളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ധീരം അങ്ങനെ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ടീസർ കണ്ടപ്പം നല്ല ടീസറാണ് കേട്ടോ. നല്ല ഒരു തട്ടിക്കൂട്ട് സിനിമയായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ആ ടീസർ കാണുമ്പോൾ തന്നെ ആ സിനിമ കാണാൻ ഒരു മൂഡ് വരുന്നുണ്ട്. സംഭവം അതിനുള്ള വാർത്ത ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ തന്നെ ജിതിൻ സുരേഷ്, അദ്ദേഹത്തിന്റെ പുതിയ സിനിമ ആണിത്. സിനിമ ഒന്നും വേറെ ചെയ്തിട്ടില്ല. ഡോൺ എന്ന് പറഞ്ഞിട്ട് 2023 ഒരു മലയാളം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ധീരം എന്ന് പറഞ്ഞിട്ട് ധീരം എന്ന് പറഞ്ഞിട്ട് ഈ സിനിമ വരുന്നത്. ധീരൻ രണ്ടും മാറിപ്പോകുന്നുണ്ട്. കാരണം സെയിം പേരുകളാണ്. അതാണ് ഈ ധീരം എന്ന് പറഞ്ഞുള്ള സിനിമ ഉണ്ട്. അതിന്റെ റിലീസ് ഡേറ്റിനെ കുറിച്ചൊന്നും അറിയില്ല. പിന്നെ അത്യാവശ്യം നല്ല സ്റ്റാർ കാസ്റ്റ് ഒക്കെയാണ് സിനിമയിലുള്ളത്. ഈ പറയുന്ന പോലെ ഇന്ദ്രജിത് സുകുമാരന്, പിന്നെ റീബ മോണിക്ക ജോൺ ആണ് കേട്ടോ നായികയായിട്ടുള്ള. പിന്നെ ദിവ്യ പിള്ളയുണ്ട്, വിജയരാഘവൻ, നിശാന്ത് സാഗർ ഇപ്പോൾ ഒരുപാട് സിനിമയിൽ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് പുള്ളി ഫീൽഡ് ഔട്ടായി പോയതായിരുന്നു. ഇപ്പൊ വന്നിട്ട് ലോകയിലടക്കം ഒരുപാട് സിനിമയിൽ നിശാന്ത് സാഗർ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അതുപോലെ അജു വർഗീസ് ഉണ്ട്.
ഇന്ദ്രജിത്ത് സുകുമാരൻ ആണ് ഹീറോ ആയിട്ട് സംഭവം വരുന്നത്. എന്തായാലും നല്ലൊരു പോലീസ് സ്റ്റോറി ആണെന്ന് തോന്നുന്നു, നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്ന് തോന്നുന്നു. ടീച്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടാണ്. എന്തായാലും ഇന്ദ്രജിത്ത് സുകുമാരന് ഒരു വൻ തിരിച്ചുവരവ് കിട്ടട്ടെ ഈ സിനിമയിലൂടെ നമുക്ക് ആശിക്കാം. നല്ലൊരു സിനിമ കാണാൻ പറ്റട്ടെ. ഇന്ദ്രജിത്ത് സുകുമാരന്റെ സകല പൊട്ടൻഷ്യലും പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.